ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ സ്വിങ്ങിനായി സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ കാണിക്കുന്നത് ബ്രേക്ക് പോയിന്റ് സ്കാനറാണ്. ഇതിലുള്ള നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ എന്ന് പറയുന്ന ഒരു സ്കാനർ ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് എങ്ങനെ വെറും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റോക്ക് കണ്ടെത്താമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായി നമ്മൾ കുറച്ച് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് EMA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കോൺഫിഗർ ചെയ്യണം, ഏത് EMA ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് നിഫ്റ്റി 500 ട്രെൻഡ് റൈഡറിന്റെ സ്കാനറാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ സ്കാനറിൽ റീസെന്റ് ബൈ സിഗ്നൽസും റീസെന്റ് സെൽ സിഗ്നൽസും കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായി ഇതിൽ എങ്ങനെ EMA എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് നോക്കാം. അതിനെ നമുക്ക് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബൈ ഡിഫോൾട്ട് വരുന്നത് 9 ആയിരിക്കും. ഈ 9 മാറ്റി നമ്മൾ 20 എന്ന് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സ് അവിടെ അപ്ലൈ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം ആ കോൺഫിഗറേഷൻ ആ ചാർട്ടിൽ. നമുക്ക് അതിനുശേഷം നിഫ്റ്റി 500 ട്രെൻഡ് റൈഡറിലേക്ക് വരുമ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ വെച്ച് ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് വന്ന ബൈ സിഗ്നൽസും സെൽ സിഗ്നൽസും കാണിക്കുന്നു. നമുക്ക് ഏറ്റവും അവസാനം വരുന്ന ഒരു ബൈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ GMDC ലിമിറ്റഡിലാണ്. അത് നിഫ്റ്റി 500ലാണ് എന്ന് പറയുന്ന സെക്ടറിലാണ് വരുന്നത്. ബൈ ആണ് കാണിക്കുന്നത്. നമുക്കത് ലാസ്റ്റ് സെൽ സിഗ്നൽ വന്നത് അതെന്താണെന്ന് കാണിക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് നമുക്ക് ലാസ്റ്റ് ഇതിൽ സെൽ സിഗ്നൽ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ബൈ വരുന്നത് 18-ാം തീയതിയാണ്. ഈ ഒരു സിമ്പിൾ കാണിക്കുമ്പോൾ ഇത് സ്റ്റേജ് 2 സ്റ്റോക്ക് ആണോ എന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്റ്റേജ് 2 നിങ്ങൾക്ക് അറിയാലോ, സ്റ്റേജ് 2 ആണെങ്കിൽ ഓൾറെഡി ഒരു അപ് ട്രെൻഡുള്ള സ്റ്റോക്കാണ്. അതായത് ഹയർ ഹൈ എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ മേക്ക് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. സ്റ്റേജ് 2 ഉള്ള സ്റ്റോക്കാണിത്. നമുക്കിനി ചാർട്ട് നോക്കാം. 18-ാം തീയതി നമുക്ക് വന്ന മൂവ് എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു മൂവാണ് വന്നേക്കുന്നത്. 14% മൂവാണ് വന്നേക്കുന്നത്. നമുക്കിതിപ്പോൾ 20 EMA ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ മേളാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും ഇത്രയും വലിയൊരു മൂവ് ചെയ്ത സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കുന്നത് വളരെ റിസ്കി ഒരു മൂവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപേക്ഷിക്കാം. നമുക്ക് അടുത്ത ബൈ വന്നത് ഇന്ത്യൻ ഹോട്ടൽസിനാണ്. അത് ഒരാഴ്ച മുമ്പ് അതിൽ സെല്ല് വന്നാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടൽ കാണുന്നത് MTFും അതായത് FNO സ്റ്റോക്കും ആണത്. ഇന്ത്യൻ ഹോട്ടൽ നമുക്ക് 20 EMA നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.7% മാത്രമേ മൂവ് വന്നിട്ടുള്ളൂ. നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ റിസ്ക് നോക്കിയാൽ വളരെ ഒരു ലോ റിസ്കിൽ തന്നെ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് NMDC ആണ്. NMDC ബൈ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മാസം മുമ്പാണ് നമുക്ക് സെൽ വന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ നിഫ്റ്റി മെറ്റൽ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സെൽ സോണിലാണ് നിൽക്കുന്നത്. നമുക്കതുകൊണ്ട് ഇത് ഒഴിവാക്കാം. അടുത്തൊരു ബൈ ഉള്ളത് സമ്മാൻ ക്യാപ്പിലാണ്. ഇത് 2 വീക്സ് മുമ്പാണ് ഇതിന്റെ സെല്ല് വന്നത്. നമുക്ക് ഇതിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. മറ്റൊരു കാര്യം, ഇതൊരു സ്റ്റേജ് 2 സ്റ്റോക്ക് അല്ല. നമുക്ക് ഈ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ 20 EMAയിൽ നിന്ന് ഏകദേശം ഒരു 5% മൂവ് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാവും. ഓൾറെഡി ഒരു 5% റിസ്ക് ഉണ്ട് ഇവിടെ. ഞാൻ എന്തുകൊണ്ട് 20 EMA ഉപയോഗിക്കുന്നത് വെച്ചാൽ 20 EMA നമ്മളൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും 20 EMA ഒരു പുൾ ബാക്ക് പോലെയാണ് EMA യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നോക്കിയാൽ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു 7%. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. പക്ഷേ ഒരു 4% എന്ന് പറയുന്ന ഒരു SL അല്ലെങ്കിൽ ഒരു റിസ്ക് ഇവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്ത നമുക്ക് സാരേഗാമ ആണ്. സാരേഗാമ നമുക്ക് MTF സ്റ്റോക്കാണ്. ലാസ്റ്റ് ബൈ വന്നത് ഒരു മാസം മുമ്പാണ്. ഓക്കെ, സാരേഗാമ കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ആണ് കാണുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇതിൽ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് വരുന്നത് വിപ്രോ ആണ്. വിപ്രോ ആക്ച്വലി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിഫ്റ്റി IT ആണ്. നിഫ്റ്റി IT ഓൾറെഡി സെൽ സോണിലാണ്. നമ്മൾ അതുകൊണ്ട് നമ്മൾ വിപ്രോ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. നമുക്ക് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് സ്റ്റോക്കിലാണ് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഇതിനുപയോഗിച്ച് ക്രൈറ്റീരിയകൾ, അതായത് ഈ സ്റ്റോക്ക് സ്റ്റേജ് 2 ആണോ നോക്കിയാൽ നമ്മൾ സ്റ്റേജ് 2 ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന സെക്ടർ ഗ്രീൻ അല്ലെങ്കിൽ നമുക്ക് അതും ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാം. നമുക്ക് അടുത്തത് ഇതിന്റെ EMA നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ EMAയിൽ നിന്ന് എത്ര മൂവ് ഓൾറെഡി വന്നിട്ട് നോക്കാം. ഒരു ബിലോ 5% ആണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. അതിൽ കൂടുതലാണെങ്കിൽ കൺസിഡർ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. നമുക്ക് അതിനുശേഷം വരുന്നൊരു കാര്യമാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വളരെ നിയർ ആണെങ്കിൽ ആ ഒരു റീസൺ കൊണ്ടും നമുക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യാം. നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോക്സ് കണ്ടെത്തി നമുക്ക് നെക്സ്റ്റ് ഡേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് തന്നെ സ്റ്റോക്സ് കിട്ടുന്നതാണ്. നമ്മൾ നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ എന്ന് പറയുന്ന സ്കാനർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിന് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ ഈസിയായി തന്നെ നമുക്ക് ഇതിലൊരു ബൈ സെൽ സിഗ്നൽ വരികയും അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഇതിപ്പോൾ ABC ക്യാപിറ്റൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ നമുക്കൊരു സെൽ സിഗ്നൽ വന്നു. അതായത് നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് സെൽ ചെയ്യണമെന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക്
ഈസി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത നമുക്ക് സ്റ്റോക്കിന്റെ ഫിൽറ്ററിംഗ് ക്രൈറ്റീരിയ കൂടി ഒന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, അതായത് നമുക്ക് ഇപ്പോൾ ഈവൻ ഒരു 10 സ്റ്റോക്കുകൾ തന്നെ ഒരു ദിവസം വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലേക്ക് എത്തി അത് മാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക്.